Guten Tag. Welcome back to the series ഏത് വിഡിക്കും ജർമ്മൻ പഠിക്കാം. സോ ഇന്ന് നമ്മളുടെ 4ാമത്തെ എപ്പിസോഡാണ് ഈ സീരീസിൻ്റെ. ഈ സീരീസിൽ നമ്മൾ A2 വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കണക്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. Das ist, damit, ob und umso. സോ damit, ob und umso. ഈ പറയുന്ന കണക്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി കുറച്ച് കണക്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. Wir haben schon einige Konnektoren gelernt. നമ്മൾ പഠിച്ച കണക്റ്റേഴ്സ് ആണ് when, als, പിന്നെ വൈൽ, ദാസ് എന്നൊക്കെ പറയുന്ന കണക്ടോറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള കണക്റ്റേഴ്സ് ആണ് ദാമിറ്റ്, ഒബ്, ഉംസു. സോ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒബിനെ കുറിച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാമിത്തും ഉംസും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ദാമിത്തും ഉംസും പഠിക്കാനായിട്ട്. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ് എന്ന് പറയുന്ന കണക്ടറിനെ കുറിച്ചിട്ടാണ്. സോ ആദ്യം നമുക്കറിയാം, ഒരു കണക്ടറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് മെയിൻലി നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്, ഒബ് എന്ന് പറയുന്ന കണക്ടറിൻ്റെ അർത്ഥം എന്താണ്, ഇനി ഏത് കണക്ടർ യൂസ് ചെയ്യുന്ന സമയത്തും നമുക്ക് റേഗൽ, അതിൻ്റെ റൂളിനെ കുറിച്ചിട്ട് അറിയണം. സോ ഇതിൻ്റെ റൂൾ എന്താണെന്നുള്ളത് അറിയണം, അതായത് നേബൻ സാറ്റ്സിലെ വെർബ് എവിടെ പോകുന്നുള്ളത്. സോ കണക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്, അവിടെ ഒരു ഹോപ്പ് സാറ്റ്സ് ഉണ്ടാവും, നേബൻ സാറ്റ്സ് ഉണ്ടാവും. സോ നേബൻ സാറ്റ്സിലാണ് കാര്യമായിട്ട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഫസ്റ്റ്ലി നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് ബിഡോയിറ്റഡ് ഒബ്. ഒബ് എന്ന് പറയുന്ന കണക്ടറിൻ്റെ അർത്ഥം എന്താ? സോ ഒബ് ബിഡോയിറ്റഡ് ഇഫ് ഓർ വെദർ ഓഫ് ജർമ്മൻ. സോ ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് പറയുന്ന അർത്ഥമാണ് ഒബ് എന്ന് പറയുന്ന കണക്ടറിൻ്റെ അർത്ഥം വരുന്നത്. സോ വൺ ബെനൂട്സ് മാൻ ഒബ്. എപ്പോഴാണ് നമ്മൾ ഒബ് എന്ന് പറയുന്ന ഒരു കണക്ടർ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഒരു കാര്യത്തിൽ അത്ര ഉറപ്പില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അൺഷ്യൂർ ആണ്, അത് ലൈക്ക് നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അവൻ വരുമോ ഇല്ലയോ, ഇങ്ങനെ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ് ആ ഒരു കാര്യത്തിൽ, അതായത് ഉൺസിഷർഹൈറ്റ് ആണ്. സോ ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെയിൻലി ഒബ് എന്ന് പറയുന്ന കണക്ടർ. ഇപ്പം മലയാളത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കറിയില്ല അവൻ നാളെ വരുമോ. സോ അവിടെ ഒരു ഉൺസിഷർഹൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അൺഷ്യൂർ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അവൻ നാളെ വരുമോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്കറിയില്ല ഞാൻ എക്സാം പാസ്സാവുമോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉൺസിഷർഹൈറ്റ് അല്ലെങ്കിൽ ഒരു അൺഷ്യൂർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കണക്ടറാണ് ഒബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ പറയും ഐ ഡോണ്ട് നോ വെദർ ഐ വിൽ പാസ് ദ എക്സാം, ഐ ഡോണ്ട് നോ വെദർ ഹി കംസ് ടുമോറോ. ഇത്തരത്തിലുള്ള കേസുകളിലാണ് നമ്മൾ ഒബ് എന്ന് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ ഇഫ് ഐ വിൽ ഗോ ടുമോറോ ടു മീറ്റ് ഹിം. അപ്പോൾ ഈ ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് പറയുന്ന വാക്കുകളാണ് ഒബ് എന്ന് പറയുന്നത്. സോ മോസ്റ്റ്ലി ഈ 2 അർത്ഥങ്ങളാണ് നമുക്ക് ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഒബ് എന്നുള്ളതിന് ഇഫ് അല്ലെങ്കിൽ വെദർ. സോ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഓർത്ത് വെക്കുക. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു അൺഷ്യൂർ ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ് എന്ന് പറയുന്ന കണക്ടർ യൂസ് ചെയ്യുന്നത്. ഇനി ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയേണ്ടത്, അതായത് ഇപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ നോക്കി. ഫസ്റ്റ് ബിഡോയിറ്റഡ് ഒബ്. ഒബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഒബ് ബിഡോയിറ്റഡ് ഇഫ് ഓർഡർ വെദർ ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് പറയുന്ന അർത്ഥമാണ്. ഇനി ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാന്നുള്ളതും നമ്മൾ പഠിച്ചു. ഉൺസിഷർഹൈറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു അൺഷ്യൂർ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് എന്ത് ചെയ്യുക, ഒബ് എന്ന് പറയുന്ന കണക്ടർ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ തേർഡ് പേർപ്പസ് എന്ന് പറയുന്നത് ഇതിൻ്റെ റൂൾസ് എന്താണ്, ഇതിൻ്റെ റേഗൽ എന്തൊക്കെയാണെന്നുള്ളത്. സോ ഒബ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം നേബൻ സാറ്റ്സിൽ എന്തൊക്കെ ചേഞ്ചസ് വരണം, കോമ യൂസ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങൾ. സോ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ കണക്ടർ യൂസ് ചെയ്യുന്ന സമയത്തും നമ്മളുടെ കണക്ടറിന് മുൻപ് കോമ ചേർക്കണം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് റൂൾ. ഞാനത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് മുൻപ് പഠിച്ച കണക്ടറിൻ്റെ കൂടെ അത് അറിയുന്നത് കൊണ്ട്. നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത്, ഈ ഒരു ഒബ് എന്ന് പറയുന്ന കണക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നേബൻ സാറ്റ്സിലെ വെർബിൻ്റെ പൊസിഷൻ എവിടെയാണ്? അത് സ്വൈറ്റ പൊസിഷനിലാണോ അതോ എൻ്റെ ആണോ? ഇതാണ് ഇനി ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് നോട്ട് ചെയ്യാം. ഒബ് യൂസ് ചെയ്യുന്ന സമയത്ത് വെർബിൻ്റെ പൊസിഷൻ എൻ്റെ. ഓക്കെ, വെർബ് എൻ്റെ ലാസ്റ്റ് പൊസിഷനിലാണ് വെർബ് വരുന്നത്. ഇനി നമുക്ക് ബൈഷ്പിയൽ നോക്കാം. zum Beispiel. ഇപ്പോൾ ഒരു സെൻറ്റൻസ് നമ്മൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഐ ഡോണ്ട് നോ വെദർ ഹി കംസ്, വെദർ അല്ലെങ്കിൽ ഇഫ് ഹി കംസ്. ഓക്കെ, ഈ ഒരു സിമ്പിൾ സെൻറ്റൻസ് നമ്മൾ ജർമ്മനിൽ അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് ഐ ഡോണ്ട് നോ വെദർ ഹി കംസ്, എനിക്കറിയില്ല അവൻ വരുമോ എന്നുള്ളൊരു സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോപ്പ് സാറ്റ്സ്, നമുക്കറിയാം ഐ ഡോണ്ട് നോ എന്ന് പറയുന്നതാണ് എന്ത് ഇവിടുത്തെ ഹോപ്പ് സാറ്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഹോപ്പ് സാറ്റ്സ്. വെദർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കണക്ടോറൻ. ഓക്കെ,
ആൻഡ് ഹീ കംസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ നേബൻസാറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ജർമ്മനിൽ ക്രിയേറ്റ് ചെയ്യും. സോ ഹോപ്സാറ്റ്സ് നമ്മൾ അതേപോലെ തന്നെ എഴുതുകയാണ്. ദസ് ഇസ് ഐ ഡോണ്ട് നോ. ഇഷ് വൈസ് നിഷ്ട്. ഓക്കെ, ഇഷ് വൈസ് നിഷ്ട്. ഇതാണെന്ത് ഐ ഡോണ്ട് നോ എന്ന് പറയുന്നത്. ഇഷ് വൈസ് നിഷ്ട്. എന്നിട്ട് നമ്മൾ കോമ ചേർത്ത് കണക്ടറിന് മുൻപ്. എന്നിട്ട് ഒബ് എന്ന് പറയുന്ന കണക്ടർ ആഡ് ചെയ്തു. ഇഷ് വൈസ് നിഷ്ട് ഒബ്. ഇഷ് വൈസ് നിഷ്ട് ഒബ്. ഇനി ഹീ കംസ്. ഹീ കംസ് എന്നുള്ള ജർമ്മൻ യൂഷ്വൽ സെൻറ്റൻസ് ആണെന്ത് ആർ കോംറ്റ്. ഓക്കെ, ആർ കോംറ്റ്. സോ ഓട്ടോമാറ്റിക്കലി വെർബ് ലാസ്റ്റ് ആയതുകൊണ്ട് ആ സെൻറ്റൻസ് അതുപോലെ തന്നെ എഴുതാം. ഇഷ് വൈസ് നിഷ്ട് ഒബ് ആർ കോംറ്റ്. ഇഷ് വൈസ് നിഷ്ട് ഒബ് ആർ കോംറ്റ്. ഐ ഡോണ്ട് നോ വെദർ ഹീ കംസ്. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ Beispiel ich weiß nicht ob ich die Prüfung bestehe. Okay, ich weiß nicht ob ich die Prüfung bestehe. So ich weiß nicht, I don't know ob whether ich die Prüfung bestehe, whether I pass the exam. സോ ഈ ഒരു സെൻറ്റൻസിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ് സെൻറ്റൻസ് ശരിക്കും വരേണ്ടത് എങ്ങനെ? ഇഷ് ബെസ്റ്റേഹ് ദി പ്രിഫൂം, ഐ പാസ് ദ എക്സാം. ബട്ട് ഒബ് എന്ന് പറയുന്ന കണക്ടർ വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ വേർബ് ലാസ്റ്റിലോട്ട് എൻഡയിലോട്ട് മൂവ് ചെയ്തു. ദാറ്റ് ഈസ് ഒബ് ഇഷ് ദി പ്രിഫൂം ബെസ്റ്റേഹ്. സോ നമ്മൾ ഒബ് എന്ന് പറയുന്ന കണക്ടർ യൂസ് ചെയ്യുമ്പോൾ മെയിൻലി നിങ്ങൾ മനസ്സിലാക്കേണ്ട റൂൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മുൻപ് ഓൾറെഡി കണക്ടേഴ്സ് പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നേബൻസാറ്റ്സിലെ വേർബ് എന്താണ്? എൻ്റെ ആണ് പോകുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് നമ്മൾ വെന്നിൻ്റെ കേസിൽ പഠിച്ച പോലെ, ശരിക്കും ഇത് ഏറ്റവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല, ബട്ട് ഇതിൻ്റെ കൂടെ തന്നെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ വെൻ പഠിച്ചപ്പോൾ സമയത്ത് പറഞ്ഞിരുന്നു വെൻ നമുക്ക് മിഡിലും അതുപോലെ സ്റ്റാർട്ടിങ്ങിലും യൂസ് ചെയ്യും, ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലും. സിമിലർലി നിങ്ങൾക്ക് ഒബ് യൂസ് ചെയ്യാൻ പറ്റും. Zum Beispiel ob ich die Prüfung bestehe, ob ich die Prüfung bestehe, weiß ich nicht. ഓക്കെ, സോ ഈ ഒരു രീതിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഈ സെൻറ്റൻസ് റീഫോം ചെയ്യാം. ob ich die Prüfung bestehe, weiß ich nicht. ഓക്കെ, സോ ഐ ഡോണ്ട് നോ വെദർ ഐ പാസ് ദ എക്സാം എന്ന് പറഞ്ഞിട്ട്. സോ മേജർലി നിങ്ങൾ എന്ത് ചെയ്യുക? ഹോപ്സാറ്റ്സ് ഫസ്റ്റ് കൊണ്ടുവന്ന്, അതായത് ich weiß nicht ob ich die Prüfung bestehe എന്നുള്ള രീതിക്ക് എഴുതാനായിട്ട് ട്രൈ ചെയ്യാം. സോ മറ്റൊരു എക്സാമ്പിളാണ് ich frage mich ob heute kommt. Okay, ich frage mich ob heute kommt. I ask myself whether he comes today. Okay, so I ask myself, അല്ലെങ്കിൽ I doubt myself, എനിക്ക് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ I doubt about that. എന്താണ്? ob heute kommt, ആള് ഇന്ന് വരുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. ich frage mich അല്ലെങ്കിൽ I ask myself, അല്ലെങ്കിൽ എനിക്ക് അതിലൊരു ഡൗട്ട് ഉണ്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. സോ ഒബിൽ മെയിൻലി നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ അൺഷ്യൂർ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഒബ് യൂസ് ചെയ്യുക. ഇംഗ്ലീഷിൽ കണക്ടറിൻ്റെ അർത്ഥം വരുന്നത് വെദർ അല്ലെങ്കിൽ ഇഫ് എന്ന് പറയുന്ന അർത്ഥം. സോ ഈ കണക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ വേർബിൻ്റെ പൊസിഷൻ, നേബൻസാറ്റ്സിൽ വരുന്ന വേർബ് എൻ്റെ ലാസ്റ്റ് പൊസിഷനിൽ വേണം കീപ്പ് ചെയ്യാനായിട്ട്. അത് സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒബിനെ കുറിച്ച് അറിയണം. ഇനി എങ്ങനെ നിങ്ങൾക്ക് ഒബ് എന്ന് പറയുന്ന കണക്ടർ വെച്ചിട്ട് സെൻറ്റൻസസ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് സ്പീഡായിട്ട് ചെയ്യാം. സോ അത് സ്പീഡായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആസ് യൂഷ്വൽ കണക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറയാറുണ്ട്, ഹോപ്സാറ്റ്സും കണക്ടർ വരെയും പെട്ടെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഐ ഡോണ്ട് നോ ദാറ്റ് അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ വെദർ എന്നൊക്കെ പറയുന്ന സമയത്ത് ich weiß nicht ob വരെ നിങ്ങൾ എന്ത് ചെയ്യാം? മാക്സിമം ഒരു എന്താ പറയുക, മീഡിയം സ്പീഡിൽ പറയാം ich weiß nicht ob. അവിടുന്ന് നിങ്ങൾ തിങ്ക് ചെയ്യുക എന്താണ് സെൻറ്റൻസ്? ob kommt ആണോ, അല്ലെങ്കിൽ ob ich die Prüfung bestehe എന്നാണോ? ഇങ്ങനത്തെ സെൻറ്റൻസുകൾ അവിടുന്ന് വേണം തിങ്ക് ചെയ്യാനായിട്ട്. സോ ഹോപ്സാറ്റ്സ് വേഗം പറയുക, കണക്ടറും പറയുക.
എന്നിട്ട് നേബൻസാറ്റ്സിലെ പാർട്ട് നിങ്ങൾ തിങ്ക് ചെയ്തിട്ട് വേർബിന്റെ പൊസിഷൻ ലാസ്റ്റ് കൊടുക്കുക. സോ ഒബ് പോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കണക്ടറാണ് ദാമിത് അതുപോലെ ഉംസു എന്ന് പറയുന്ന രണ്ട് കണക്ടേഴ്സ്. സോ ഈ രണ്ട് കണക്ടേഴ്സും നമുക്ക് ഒരുമിച്ചാണ് പഠിക്കേണ്ടത്, ദാമിത് ഉംസു. ഓക്കെ, ഈ രണ്ട് കണക്ടേഴ്സ് നിങ്ങൾക്ക് A2 മാത്രമല്ല B1 വരുന്ന സമയത്തും ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തിനാണ് നമ്മൾ ദാമിത് അല്ലെങ്കിൽ ഉംസു യൂസ് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള റൂൾ എന്താണ്, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ മെയിൻലി മനസ്സിലാക്കേണ്ടത്. സോ ദാമിത് അല്ലെങ്കിൽ ഉംസു നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും എയിം അല്ലെങ്കിൽ ഒരു പർപ്പസ് പറയുന്ന സമയത്താണ് നമ്മൾ ദാമിത് അല്ലെങ്കിൽ ഉംസു യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ദാമിത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ആസ് എ റിസൾട്ട് അല്ലെങ്കിൽ ഹെൻസ് എന്നൊക്കെ പറയുന്ന അർത്ഥം, ആസ് എ റിസൾട്ട് അല്ലെങ്കിൽ ഹെൻസ്. ഉംസു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇൻ ഓർഡർ ടു, ഇൻ ഓർഡർ ടു. ഓക്കെ, സോ നമ്മൾ എന്തെങ്കിലും ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു എയിം കാണിക്കുന്ന സമയത്താണ് ഈ ആസ് എ റിസൾട്ട് അല്ലെങ്കിൽ ഹെൻസ് അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു എന്നൊക്കെ പറയുന്ന വാക്കുകൾ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഐ സ്റ്റഡി ജർമ്മൻ ഇൻ ഓർഡർ ടു ഗോ ടു ജർമ്മനി, അല്ലെങ്കിൽ ഐ സ്റ്റഡി ജർമ്മൻ ആസ് എ റിസൾട്ട് ഐ വിൽ വർക്ക് ഇൻ ജർമ്മനി. സോ ഇങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ദാമിത് അല്ലെങ്കിൽ ഉംസു എന്ന് പറയുന്ന കണക്ടറിന് യൂസ് ചെയ്യുന്നത്. സോ ഒരു പേർപ്പസ് കാണിക്കാൻ അല്ലെങ്കിൽ ഒരു സ്വയ്ക്കാണ് പേർപ്പസ്. സോ ഒരു സ്വയ്ക്ക് അല്ലെങ്കിൽ ഒരു പേർപ്പസ് കാണിക്കാൻ അല്ലെങ്കിൽ ഒരു എയിം കാണിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ദാമിത് അല്ലെങ്കിൽ ഉംസു എന്ന് പറയുന്ന കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണ് ദാമിത്തിൻ്റെ അർത്ഥം, എന്താണ് ഉംസുവിൻ്റെ അർത്ഥം എന്നുള്ളത് നോട്ട് ചെയ്യുക. സോ സ്വെക് അല്ലെങ്കിൽ ഒരു അബ്സിസ്റ്റ് കാണിക്കാനാണ് നമ്മൾ ദാമിത് അല്ലെങ്കിൽ ഉംസു യൂസ് ചെയ്യുക, അതായത് ഒരു എയിം അല്ലെങ്കിൽ പേർപ്പസ് കാണിക്കുന്ന സമയത്ത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ജർമ്മൻ പഠിക്കുന്നു ഇൻ ഓർഡർ ടു ഗോ ടു ജർമ്മനി, അല്ലെങ്കിൽ ഞാൻ ജർമ്മൻ പഠിക്കുന്നു ആസ് എ റിസൾട്ട് ഐ വിൽ വർക്ക് ഇൻ ജർമ്മനി. സോ ഒരു സ്വെക് അല്ലെങ്കിൽ ഒരു അബ്സിസ്റ്റ് കാണിക്കുന്ന സമയത്താണ് നമ്മൾ ദാമിത് അല്ലെങ്കിൽ ഉംസു യൂസ് ചെയ്യുന്നത്. സോ എന്താണ് ദാമിത് അല്ലെങ്കിൽ ഉംസു തമ്മിലുള്ള ഡിഫറൻസ്? സോ നമ്മൾ ഉംസു എന്ന് പറയുന്ന ഈ ഒരു കണക്ടർ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം കണക്ടർ ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് ഹോപ്സാറ്റ്സ് അതുപോലെ നേബൻസാറ്റ്സ്. ഓക്കെ, ഹോപ്സാറ്റ്സും നേബൻസാറ്റ്സും. സോ ഈ ഹോപ്സാറ്റ്സിലും നേബൻസാറ്റ്സിലും സെയിം സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉംസു യൂസ് ചെയ്യാം. ഓക്കെ, സെയിം സബ്ജക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഉംസു. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, അതായത് ഐ സ്റ്റഡി ജർമ്മൻ ഇൻ ഓർഡർ ടു ഗോ ടു ജർമ്മനി. കാരണം അവിടെ രണ്ടും ഒരാളാണ്, ഞാനാണ്. ഐ സ്റ്റഡി ജർമ്മൻ ഐ വിൽ ഗോ ടു ജർമ്മനി. സോ രണ്ടും ഒരേ കണക്ഷനാണ് വരുന്നത്, അതായത് ഒരേ സബ്ജക്റ്റ് ആണ്. ഞാൻ ജർമ്മൻ പഠിക്കുന്നു കാരണം ഞാൻ ജർമ്മനി പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് നേബൻസാറ്റ്സിലും ഹോപ്സാറ്റ്സിലും വന്നിട്ടുള്ളത്. സോ നേബൻസാറ്റ്സിലും ഹോപ്സാറ്റ്സിലും നേബൻസാറ്റ്സിലും ഒരേ സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേർപ്പസ് കാണിക്കാൻ, ഒരു എയിം കാണിക്കാൻ യൂസ് ചെയ്യാം ഉംസു എന്ന് പറയുന്ന കണക്ടർ യൂസ് ചെയ്യാം. ഇനി ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഐ വർക്ക് ഹാർഡ് ആസ് എ റിസൾട്ട് മൈ ഫാമിലി ക്യാൻ ലീവ് ഹാപ്പിലി. ഓക്കെ, ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ഏൺ ചെയ്യുന്നു. ആസ് എ റിസൾട്ട് മൈ ഫാമിലി ക്യാൻ ലീവ് ഹാപ്പിലി. ഞാൻ നന്നായിട്ട് ലീവ് ചെയ്യുന്നു, അതിൻ്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു കാരണത്താൽ എൻ്റെ ഫാമിലിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ജീവിക്കാൻ പറ്റും. ആസ് എ റിസൾട്ട് അല്ലെങ്കിൽ ഹെൻസ് മൈ ഫാമിലി ലീവ്സ് ഹാപ്പിലി. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു പേർപ്പസ് ഉണ്ട്, ഞാൻ എന്തിനാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്, മൈ ഫാമിലിക്ക് ഹാപ്പിലി ലീവ് ചെയ്യാൻ. ഹോപ്സാറ്റ്സിലും നേബൻസാറ്റ്സിലും ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ടുള്ള ഹോപ്സാറ്റ്സിൽ വന്നിട്ടുള്ളത് ഐ വർക്ക് ഹാർഡ്, ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. പക്ഷെ നേബൻസാറ്റ്സിൽ വന്ന സമയത്ത് ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആണ് വന്നത്, മൈ ഫാമിലി. സോ ഇത്തരത്തിൽ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഉംസു എന്ന് പറയുന്ന കണക്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ദാമിത് എന്ന് പറയുന്ന കണക്ടർ. സോ ഇത് രണ്ടും യൂസ് ചെയ്യുന്ന ഒരു സ്വെക് അല്ലെങ്കിൽ അബ്സിസ്റ്റ്, അതായത് ഒരു പേർപ്പസ് അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു എയിം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് മേജർ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉംസു യൂസ് ചെയ്യുന്ന സമയത്ത് ഹോപ്സാറ്റ്സിലും നേബൻസാറ്റ്സിലും സെയിം സബ്ജക്റ്റ് ആവണം എന്നുള്ളതാണ്. ഇനി ദാമിത് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡിഫറെൻറ്റ് സബ്ജക്റ്റ്, അതായത് ഹോപ്സാറ്റ്സിലും നേബൻസാറ്റ്സിലും ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആവണം എന്നുള്ളതാണ്. ഓക്കെ, സോ അത് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് സബ്ജക്റ്റ്
ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ദാമിറ്റ്, അതായത് ഹോപ്സാറ്റ്സിലും നെബൻ സാറ്റ്സിലും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഉംസ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ സെൻറ്റൻസ് എഴുതും, വെർബിൻ്റെ പൊസിഷൻ എവിടെ വരണം, പിന്നെ ദാമിറ്റ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ സെൻറ്റൻസ് എഴുതാം, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. സോ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദാമിറ്റ് അല്ലെങ്കിൽ ഉംസു ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താണ് കണ്ടീഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. സോ ദാമിറ്റ് ഉംസു, ദാമിറ്റിൻ്റെ അർത്ഥം വരുന്ന അല്ലെങ്കിൽ ദാമിറ്റ് ബിഡോയിറ്റഡ് ആസ് എ റിസൾട്ട് ഓർഡർ ഹെൻസ് ഓഫ് ഇംഗ്ലീഷ്. പിന്നെ ഉംസു എന്ന് പറയുന്ന കണക്ടറിൻ്റെ അർത്ഥം വരുന്നത് ഇൻ ഓർഡർ ടു ഓഫ് ഇംഗ്ലീഷ്. സോ ഇത് രണ്ടും, ഈ രണ്ട് ബൈഡ് കണക്ടോറിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്വെക്ക് അല്ലെങ്കിൽ അബ്സിസ്റ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു പേർപ്പസ് അല്ലെങ്കിൽ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു എയിം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദാമിറ്റ് und ഉംസു ബെനൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻലി മനസ്സിലാക്കേണ്ട ഒരു ഡിഫറൻസ് ആണ്, ഹോപ്സാറ്റ്സിലും നേബൻ സാറ്റ്സിലും സെയിം സബ്ജക്റ്റ് ആണെങ്കിൽ wir können umso benutzen, aber unterschiedliche, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് വരുന്നെങ്കിൽ അല്ലെങ്കിൽ ഫെർഷീഡനെ സബ്ജക്റ്റ് ആണ് വരുന്നെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് ദാമിറ്റ് എന്ന് പറയുന്ന കണക്ടർ. ഓക്കെ, സോ ഇനി നമുക്ക് ഇത് എഴുതുന്ന സമയത്തുള്ള റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. സോ zuerst mit damit. ഓക്കെ, ദാമിറ്റ് വെച്ചിട്ട് സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാം, കണക്ടറിന് വെച്ച് സെൻറ്റൻസ് എഴുതുമ്പോൾ കണക്ടറിന് മുൻപ് എന്ത് ചെയ്യണം, നമ്മൾ കോമ ചേർത്തിരിക്കണം. സോ ദാമിറ്റ് വെച്ചിട്ട് എഴുതുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യണം, കോമ ചേർക്കണം. സോ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാണ്, ഐ വർക്ക് ഹാർഡ്, ഐ വർക്ക് ഹാർഡ് as a result my family lives happily. ഓക്കെ, സോ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് എൻ്റെ ഫാമിലി എന്ത് ചെയ്യുന്നു, ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത്. സോ എസ്കിപ്റ്റ് സ്വെക്ക് ഓർഡർ അബ്സിസ്റ്റ്, ഇവിടെ ഒരു ഇൻറ്റൻഷൻ, അതായത് എന്തിനാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു എയിം അവിടെ പറയുന്നുണ്ട്, മൈ ഫാമിലി ലീവ്സ്, എൻ്റെ ഫാമിലി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ. സോ ഇങ്ങനത്തെ ഒരു സ്വെക്ക് അല്ലെങ്കിൽ അബ്സിസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ദാമിത്ത് അല്ലെങ്കിൽ ഉംസു. ആബർ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, നെബൻ സാറ്റ്സിലും ഹോപ്പ് സാറ്റ്സിലും സെയിം സബ്ജക്റ്റ് അല്ല, ഇവിടെ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റും സെക്കൻഡ് സെൻറ്റൻസിൽ മൈ ഫാമിലി എന്ന് പറയുന്ന സബ്ജക്റ്റുമാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് നമ്മൾ ഹോപ്പ് സാറ്റ്സ് അതുപോലെ എഴുതുന്നു, എഷ് ആർബൈറ്റ് ഹാർട്ട്. ഓക്കെ, ഇഷ് ആർബൈറ്റ് ഹാർട്ട്. എന്നിട്ട് ഫസ്റ്റ് റൂൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്, അതായത് കണക്ടറിൻ്റെ മുൻപ് കോമ നമ്മൾ ചേർക്കുന്നു. സോ ഐ വർക്ക് ഹാർഡ് എന്നുള്ളത് വരെ നമ്മൾ എഴുതി. ഇനി ആസ് എ റിസൾട്ട്, ഇവിടെ നമ്മൾ ഉംസു അല്ല യൂസ് ചെയ്യേണ്ടത്, ദാമിത്ത്. കാരണം എന്താ, ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആണ് വന്നിട്ടുള്ളതും. ദാമിത്ത് ഇനി മെയിൻലി മനസ്സിലാക്കുക, ദാമിത്ത് എന്ന് പറയുന്ന കണക്ടറിന് യൂസ് ചെയ്യുമ്പോൾ വെർബിൻ്റെ പൊസിഷൻ ലാസ്റ്റ് ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, ദാമിത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് വെർബിൻ്റെ പൊസിഷൻ ലാസ്റ്റ് വരണം. സോ ആസ് എ റിസൾട്ട് മൈ ഫാമിലി ലീവ്സ് ഹാപ്പിലി, ആ ലീവ്സ് എന്ന് പറയുന്ന വെർബ് ലാസ്റ്റ് വന്നിരിക്കണം. സോ ദാമിത്ത്, ഇനി ഞാൻ അവിടുത്തെ സബ്ജക്റ്റ് ആഡ് ചെയ്യാണ്, meine Familie, ദാമിത്ത് meine Familie. ഇനി ലീവ്സ് ഹാപ്പിലി എന്നുള്ളതാണ് നമുക്ക് എഴുതാൻ ബാക്കിയുള്ളത്. സോ ലീവ്സ് എന്നുള്ള വേർബ് എന്ത് ചെയ്യും, ലാസ്റ്റ് പോവും. ഇനി ഹാപ്പിലി എന്നുള്ള അഡ്ജക്റ്റീവ് എഴുതണം, damit meine Familie fröhlich wohnt. Damit meine Familie fröhlich wohnt. Okay, so ich arbeite hart, damit meine Familie fröhlich wohnt. ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് എൻ്റെ ഫാമിലി ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നു. damit meine Familie fröhlich wohnt. സോ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ടത്, ദാമിത്ത് വെച്ചിട്ട് സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് നമ്മൾ മെയിൻലി മനസ്സിലാക്കേണ്ട റൂൾ, ആസ് യൂഷ്വൽ റൂള് കണക്ടറിന് മുൻപ് കോമ ചേർക്കുക. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് നേബൻ സാറ്റ്സിലെ വേർബ് എന്ത് ചെയ്യണം, എൻഡ്, അതായത് സബ്ജക്റ്റിനനുസരിച്ച്. ഇപ്പോൾ ഫെമിലിയ എന്നുള്ള സബ്ജക്റ്റ് ആണ് ഇവിടെ വന്നത്, അതായത് ദി ഫെമിലിയ, ഫെമിനിൻ ദി ഫെമിലിയ. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വോണ്ട്, ഫ്രോലിഷ് വോണ്ട്, ഹാപ്പിലി. ഓക്കെ, സോ ich arbeite hart, damit meine Familie fröhlich wohnt.
ഇനി സിമിലർലി ഉംസ് വരുന്ന സമയത്ത് എന്താണ് റൂൾ? സോ ദാമിത്തിൻ്റെ റൂള് മെയിൻലി നിങ്ങൾ ഓർത്തു വെക്കുക. ദാമിത്ത് വരുന്ന സമയത്ത് മുൻപ് കോമ ചേർക്കണം, പിന്നെ വേർബിൻ്റെ പൊസിഷൻ എൻ്റെ ആണ്. ഓക്കെ, ഇനി ഉംസു ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സോ ഉംസു നമുക്കറിയാം രണ്ടിൻ്റെ അർത്ഥം ഒന്നാണ്, അല്ലെങ്കിൽ ഒരേ പേർപ്പസ് ആണ്, ഒരേ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഉംസ് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാണ്, നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള എക്സാമ്പിളാണ് എന്ത്? ഐ ലേൺ ജർമ്മൻ in order to go to Germany. ഓക്കെ, സോ ഐ ലേൺ ജർമ്മൻ ഇൻ ഓർഡർ ടു ഗോ ടു ജർമ്മനി. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ഉംസ് വെച്ചിട്ടാണ് എഴുതുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും രണ്ട് സെൻറ്റൻസ് ആണ്. ഐ ലേൺ ജർമ്മൻ, ഐ വിൽ ഗോ ടു ജർമ്മനി, അല്ലെങ്കിൽ ഐ ഗോ ടു ജർമ്മനി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സെൻറ്റൻസിലും ഹോപ്സാറ്റ്സിലും നെബൻസാറ്റ്സിലും ഒരേ സബ്ജക്റ്റ് ആണ് ഐ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അതായത് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അബ്സിസ്റ്റ് അല്ലെങ്കിൽ സ്വക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഉംസ് യൂസ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ സെൻറ്റൻസ് എഴുതുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. സോ ബൈസ്പീൽ നമ്മൾ ആദ്യത്തെ നെബൻസ് ഹോപ്സാറ്റ്സ് അതുപോലെ എഴുതുകയാണ്. ഇഷ് ലേൺ ഡോയ്ച്ച്. ഇനി ഇൻ ഓർഡർ ടു ഗോ ടു ജർമ്മനി. സോ ഇൻ ഓർഡർ ടു എന്ന് പറയുന്ന കണക്ടർ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് A2 മാത്രമല്ല B1 ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വരും. അപ്പോൾ ഉംസു അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു എന്ന് പറയുന്ന കണക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ അതുപോലെ സു രണ്ട് വാക്കുകൾ ഇൻവോൾവ് ആണ്. ഇത്രയും കാലം നമ്മൾ കണക്ടേഴ്സ് പഠിച്ച സമയത്ത് ദാമിറ്റ്, വൈൽ, ദാസ്, വെൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒറ്റ വാക്ക് അല്ലെങ്കിൽ വേർഡായിരുന്നു അവിടെ ഇൻവോൾവ് ആയിരിക്കുന്നത്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് സു. ഓക്കെ, എന്ന് പറയുന്ന വാക്കും സു എന്ന് പറയുന്ന വാക്കും ഇൻവോൾവ് ആണ്. സോ ഇവിടെ നമുക്ക് എങ്ങനെ ഈ സെൻറ്റൻസ് അല്ലെങ്കിൽ ഈ നെബൻസാറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? കാരണം ഇനി നമുക്ക് എഴുതേണ്ടത് ഇതാണ്, ഇൻ ഓർഡർ ടു ഗോ ടു ജർമ്മനി അല്ലെങ്കിൽ ഐ ഗോ ടു ജർമ്മനി. സോ ഫസ്റ്റ്ലി ഇവിടെ മനസ്സിലാക്കുക, സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് കാരണം രണ്ട് സെൻറ്റൻസിൽ സെയിം സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഫസ്റ്റ് കാര്യം. സോ ഇൻ ഓർഡർ ടു ഗോ ടു ജർമ്മനി എന്ന് പറയുന്ന സമയത്ത് എവിടെയാണ് ഈ ഗോ ടു ജർമ്മനി എന്നുള്ള വാക്ക് നമ്മൾ എഴുതേണ്ടത്? ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇൻ ഓർഡർ ടു എന്ന് പറയുന്ന വാക്കാണ് സു. ഓക്കെ, ഇൻ ഓർഡർ ടു. അപ്പം നമുക്കിനി എഴുതാനുള്ളത് ഗോ ടു ജർമ്മനി എന്ന് പറയുന്ന വാക്കാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നൊരു വേർബ് ഉണ്ട്. ഇൻ ഓർഡർ ടു ഗോ ടു ജർമ്മനിയിലെ വേർബാണ് ടു ഗോ. ഈ വേർബ് നിങ്ങൾ ഇൻഫിനിറ്റീവ് ഫോമിൽ ലാസ്റ്റ് പൊസിഷനിൽ സുവിൻ്റെ കൂടെ ചേർക്കണം. അതായത് ഈ സെൻറ്റൻസിൻ്റെ എൻഡിങ് എങ്ങനെ ആവണം? സു ഫ്ലീഗൻ, സു ഗേഹൻ, സു ഫാറൻ. ഓക്കെ, ഇതായിരിക്കണം അതിൻ്റെ ലാസ്റ്റ് വരേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്, ഇപ്പോൾ ഹോപ്സാറ്റ്സ് നിങ്ങൾ അതുപോലെ എഴുതി ഇഷ് ലേൺ ഡോയ്ച്ച് എന്നിട്ട് കോമ ചേർത്തു. ഇനി എഴുതേണ്ടതാണ് നമുക്ക് ഡൗട്ട്, അതായത് ഇൻ ഓർഡർ ടു ഗോ ടു ജർമ്മനി, അല്ലെങ്കിൽ ഇവിടെ എന്തും വരാം, ഇൻ ഓർഡർ ടു പാസ് ദ എക്സാം, അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു മീറ്റ് മൈ ഫാമിലി. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻ ഓർഡർ ടു ഗോ ടു ജർമ്മനി, അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു മീറ്റ് മൈ ഫാമിലി, അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു പാസ് ദ എക്സാം എന്നൊക്കെ പറയുന്ന ആ സെൻറ്റൻസിലെ വേർബ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഇൻ ഓർഡർ ടു ഗോ ടു ജർമ്മനി ആണെങ്കിൽ ടു ഗോ, അതായത് ഫ്ലീഗൻ അല്ലെങ്കിൽ ഫാറൻ അല്ലെങ്കിൽ ഗേൻ ആയിരിക്കും അവിടുത്തെ വേർബ്. ഇൻ ഓർഡർ ടു പാസ് ദ എക്സാം ആണെങ്കിൽ നിങ്ങൾക്കറിയാം ബെസ്റ്റേൻ എന്നുള്ളതാണ് അവിടുത്തെ വേർബ്. ഇൻ ഓർഡർ ടു മീറ്റ് മൈ ഫാമിലി എന്നാണെങ്കിൽ നിങ്ങൾക്കറിയാം ത്രഫൻ എന്നുള്ളതാണ് അവിടുത്തെ വേർബ്. സോ അവിടുത്തെ വേർബ് ഏതാണെന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി ആ വേർബ് ആയിരിക്കും ആ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് വരിക, അത് സുവിൻ്റെ കൂടെ ആയിരിക്കും വരിക. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് നമ്മൾ എഴുതുന്ന സെൻറ്റൻസ് എൻഡ് ചെയ്യുന്നത് സു ഫ്ലീഗെന്നോ അല്ലെങ്കിൽ സു ഫാറെന്നോ സു ഗേഹെന്നോ ആയിരിക്കും. ഇനി മീറ്റ് മൈ ഫാമിലി എന്നാണെങ്കിൽ സു ത്രഫനിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ഇനി ഇൻ ഓർഡർ ടു പാസ് ദ എക്സാം ആണെങ്കിൽ സു ബെസ്റ്റേ എന്ന് പറയുന്നതിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ്ലി മനസ്സിലാക്കുക, ഇൻഫിനിറ്റീവ് ഫോമിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ആ വേർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ, അതായത് EN ഫോമിൽ, പ്രസന്റ് ടെൻസിൽ EN ഫോമിൽ വേണം എഴുതാനായിട്ട്. സോ ആ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി. സോ ഇഷ് ലേൺ ഡോയ്ച്ച് ഓക്കെ, ആദ്യം മനസ്സിലാക്കേണ്ടത് സുവിലെ നിങ്ങൾ ചേർക്കുക. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണ്, സു പ്ലസ് ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ആ സു പ്ലസ് വേർബാണ് നിങ്ങൾ ലാസ്റ്റ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ ൻ്റെയും സുവിൻ്റെ ഇടയിലാണ് നിങ്ങൾ ബാക്കി എന്തൊക്കെയാ സെൻറ്റൻസിലുണ്ടോ അത് ചേർക്കേണ്ടത്. അപ്പോൾ ഈ സെൻറ്റൻസിൽ നമ്മൾ ഇൻ ഓർഡർ ടു എന്നുള്ള വാക്ക് എഴുതി, കാരണം ഇതാണ്
സു. അതായത് നമ്മൾ എന്ത് എഴുതും, ഇവിടെ എഴുതി, സു നമ്മൾ ലാസ്റ്റ് എഴുതുന്നുണ്ട്. ഇൻ ഓർഡർ ടു നമ്മൾ എഴുതി. ഇനി ഗോ എന്നുള്ള വേർബ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സൂവിൻ്റെ കൂടെ ലാസ്റ്റ് എഴുതാൻ പോകുന്നുണ്ട്, ഗോ എന്നുള്ള വേർബ്. ഇനി ടു ജർമ്മനി എന്നുള്ള വാക്കാണ് നമുക്ക് എഴുതാനുള്ളത്. സോ അതാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, ഈ ഉമ്മിൻ്റെയും സൂവിൻ്റെയും ഇടയിലായിട്ട് എഴുതേണ്ടത്. സോ ich lerne Deutsch. ഇനി ടു ജർമ്മനി, അതാണ് nach Deutschland. nach Deutschland zu fliegen. ഓക്കെ, ich lerne Deutsch nach Deutschland zu fliegen. സോ ഇവിടെ മെയിൻലി മനസ്സിലാക്കുക, ആദ്യം നിങ്ങൾ എന്ന് പറയുന്ന വാക്ക് കണക്ടർ എഴുതുന്നു. സു എഴുതേണ്ടത് എപ്പോഴാണ്, അവിടെ വരുന്ന വേർബിൻ്റെ കൂടെ ലാസ്റ്റ് പൊസിഷനിലാണ്, അതായത് ഇൻഫിനിറ്റീവ് ഫോമിലാണ്. സു പ്ലസ് ഇൻഫിനിറ്റീവ് ഫോമിൽ നിങ്ങൾ അവിടെ എഴുതുന്നു. ഇനി ഉമ്മിൻ്റെയും സൂവിൻ്റെ ഇടയിൽ നിങ്ങൾ ആ സെൻറ്റൻസിൽ ബാക്കി എന്തൊക്കെ എലമെൻറ്റ്സ് ആണുള്ളത് അതാണ് നിങ്ങൾ ചേർക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഉംസുവിനെ കുറിച്ച് അറിയാനുള്ളത്. ഇത് മനസ്സിലാക്കി വരാൻ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ട് ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ മറ്റൊരു എക്സാമ്പിളാണ്, ഐ ആം ട്രാവലിംഗ് ടു കൊച്ചി. I'm traveling to Kochi in order to meet my father. Okay, so I am traveling to Kochi in order to meet my father. So ഇവിടെ ഒരു സക്ക് അല്ലെങ്കിൽ അബ്സിസ്റ്റ് ഉണ്ട്, ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു എയിം അല്ലെങ്കിൽ ഒരു പേർപ്പസ് ഉണ്ട്. പിന്നെ നേബൻ സാറ്റ്സിലെ ഹോപ്പ് സാറ്റ്സിലെ സബ്ജക്റ്റ് ഒരേ ആൾ തന്നെയാണ്. അതായത് ഞാൻ കൊച്ചിയിൽ പോകുന്നു, ഞാൻ എൻ്റെ ഫാദറിനെ കാണാൻ വേണ്ടിയിട്ട്. സോ നമുക്കിവിടെ എന്ത് ചെയ്യാം, ദാമിത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമല്ല, ഉംസ് യൂസ് ചെയ്യാം. സോ ഈ സെൻറ്റൻസ് ഹോപ്പ് സാറ്റ്സ് അതുപോലെ തന്നെ എഴുതുകയാണ്. ich fahre nach കൊച്ചി. ഇനി കോമ ചേർത്തു, കൂടെ ചേർത്തു. ഓക്കെ, ich fahre nach കൊച്ചി, ഇനി നമ്മൾ പഠിച്ചത് എന്താ, നമ്മൾ ഇൻ ഓർഡർ ടു മീറ്റ് മൈ ഫാദർ എന്നുള്ളതിൽ വേർബിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അവിടുത്തെ വേർബാണ് എന്ത്, ടു മീറ്റ്. ഓക്കെ, ആ മീറ്റ് എന്ന് പറയുന്ന വേർബാണ് ത്രഫൻ. അതെന്ത് ചെയ്യണം, ലാസ്റ്റ് പൊസിഷനിൽ സു ത്രഫൻ എന്നായിട്ട് വരണം. അതായത് സു പ്ലസ് ഇൻഫിനിറ്റീവ് ഫോമിൽ സു ത്രഫൻ. അതിൻ്റെ ഇടയിൽ, അപ്പോൾ ഈ ഉമ്മിൻ്റെയും സൂവിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യേണ്ടത്, ബാക്കിയുള്ളത്. ഇൻ ഓർഡർ ടു നമ്മൾ എഴുതി, മീറ്റ് ലാസ്റ്റിലോട്ട് പോകുന്നു, മൈ ഫാദർ. സോ meinen Vater zu treffen. Okay, meinen Vater zu treffen. So ich fahre nach Kochi meinen Vater zu treffen. സോ ഇങ്ങനെയാണ് ഉംസു വെച്ചിട്ട് നിങ്ങളൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഉംസു എന്ന് പറയുന്ന കൊണക്ടോറൻ നിങ്ങൾക്ക് A2 ലെവലിൽ മാത്രമല്ല B1 B2 അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിലൊക്കെ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. സോ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു എയിം അല്ലെങ്കിൽ ഒരു പേർപ്പസ്, നിങ്ങൾ ഇന്ന കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ കാണിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു കണക്ടറാണ് ഉംസു ഓർഡർ ദാമിറ്റ്. ബട്ട് സെയിം സബ്ജക്റ്റ് ആണ്, ഞാൻ അത് ചെയ്യുന്നു, എനിക്ക് അല്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്നുള്ള ഞാൻ എന്നുള്ള അല്ലെങ്കിൽ ഹോപ്പ് സാറ്റ്സിലും നേബൻ സാറ്റ്സിലും ഒരേ സബ്ജക്റ്റ് ആണ് വരുന്നെങ്കിൽ യു ക്യാൻ യൂസ് അല്ലെങ്കിൽ Sie können umzu benutzen oder Sie können damit benutzen. ദാമിത്ത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആണ് വരുന്നെങ്കിൽ. ഞാൻ അത് ചെയ്യുന്നു പക്ഷേ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വേറൊരു പേർപ്പസിന് വേണ്ടിയിട്ടാണ്, അതായത് ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആണ് അവിടെ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ വർക്ക് ഹാർഡ് ആസ് എ റിസൾട്ട് മൈ ഫാമിലി അല്ലെങ്കിൽ മൈ ബ്രദർ, മൈ സിസ്റ്റർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ സബ്ജക്റ്റ് വരുന്ന സമയത്ത് Sie können damit benutzen. സോ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്ത 3 കണക്ടറിനാണ് ഒബ്, ദാമിത്ത് und ഉംസു. സോ ഒബ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി നമ്മൾ പറഞ്ഞു ഒരു ഉൺസിഷർ ആയിട്ടുള്ള കാര്യം വരും, അൺഷ്യൂർ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒബ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം വരുന്നത് ഇഫ് അല്ലെങ്കിൽ വെദർ, നേബൻ സാറ്റ്സിലെ വെർബ് എൻഡ്, പിന്നെ ദാമിത്ത് ഉംസു ആണ് നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ പഠിച്ചത്. സോ ഈ 3 കണക്ടേഴ്സ് നിങ്ങൾ പ്രോപ്പർലി പഠിക്കുക. ഇത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിലും അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ട് വരുന്ന കണക്ടോറിനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കണക്ടേഴ്സ് പഠിച്ചതിൻ്റെ ശേഷം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വൈസ് ആയിട്ടുള്ള കുറേ എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പല സെൻറ്റൻസുകളും ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഐ വർക്ക് 8 hours എ ഡേ ഇൻ ഓർഡർ ടു, എന്തിനാണെന്നുള്ളത് പറഞ്ഞു നോക്കാം. അല്ലെങ്കിൽ ഐ കുക്ക് ഫുഡ് എവറി ഡേ ആസ് എ റിസൾട്ട് മൈ ഫാമിലി, അല്ലെങ്കിൽ
ഇങ്ങനെ ഉള്ള സെൻറ്റൻസുകൾ. സോ ഇത്തരത്തിൽ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ തന്നെ ആലോചിക്കുക എവിടെയൊക്കെ എനിക്ക് എൻ്റെ ഡെയിലി ലൈഫിൽ ഉംസു, ദാമിത്ത് അല്ലെങ്കിൽ ഒബ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ ഒബ് ആണെങ്കിൽ ഇപ്പോൾ ഐ ഡോണ്ട് നോ വെൻ മൈ ഹസ്ബൻഡ് ബാക്ക് ഫ്രം വർക്ക്, അല്ലെങ്കിൽ ഹസ്ബൻഡ് എപ്പോഴാണ് ജോലി കഴിഞ്ഞ് വരിക എന്നുള്ളത് ഐ എം അൺഷുവർ, അല്ലെങ്കിൽ ഒരു ഷുവർ അല്ല. അപ്പം അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഒബ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മൈൻഡിനെ വർക്ക് ചെയ്യിപ്പിക്കുക എവിടേക്കാണ് ഈ കണക്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രോപ്പർലി ഓർത്ത് വെക്കുക.